Hello, my dear students. Welcome to EduZone, the commerce platform. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും EduZone, the commerce പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ 11ാമത്തെ ചാപ്റ്ററായ ഇൻ്റർനാഷണൽ ബിസിനസ് 1 അന്താരാഷ്ട്ര കച്ചവടം എന്ന ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണെന്ന് ആദ്യം പറയണം അല്ലേ. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ 2 കൺട്രീസ്. 2 രാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയക്കാണ് ബിസിനസ്സിന് പറയുന്ന പേരാണ് ഇൻ്റർനാഷണൽ ബിസിനസ്, അന്താരാഷ്ട്ര കച്ചവടം. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറയണം അല്ലേ. എന്തിനാണ് ഇൻ്റർനാഷണൽ ബിസിനസ് നടത്തിയത് കൊണ്ടുള്ള ഗുണം എന്താ? വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ്, ഒരുപാട് വെറൈറ്റി ഗുഡ്സ്. ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിക്കാം. ദെൻ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷനിലെ എഫിഷ്യൻസി. മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, കാരണം ഇൻ്റർനാഷണൽ ബിസിനസ്സൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഫസ്റ്റ്, ഇമ്പോർട്ട് ട്രേഡ്, ബൈയിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം അനദർ കൺട്രി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെ ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയും. അതേസമയം എക്സ്പോർട്ട് ട്രേഡോ, ബൈയിങ്ങിന് പകരം സെല്ലിംഗ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസ് ടു അനദർ കൺട്രി. സാധനങ്ങളും സേവനങ്ങളും മറ്റൊരു കൺട്രിയിലേക്ക് വിൽപ്പന നടത്തുമ്പോൾ അതിനെ എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയും. എൻട്രി പോർട്ടാണ് മൂന്നാമത്തെ ഇൻ്റർനാഷണൽ ട്രേഡ്. അത് ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫോർ റീ എക്സ്പോർട്ട് ടു അനദർ കൺട്രി. അതായത് മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനും വേണ്ടി വേറൊരു രാജ്യത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ്സാണ് എൻട്രി പോർട്ട്. ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫോർ റീ എക്സ്പോർട്ട് ടു അനദർ കൺട്രി. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മെർക്കൻഡൈസ് ആൻഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. കമ്പോള ചരക്കുകൾ കയറ്റുമതി ഇറക്കുമതിയും ചെയ്യുക. ഓക്കെ. ദെൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. അതിനാദ്യം ലൈസൻസിങ് എന്താണെന്ന് അറിയണം അല്ലേ. പെർമിറ്റിംഗ് എ പേഴ്സൺ, ഒരു വ്യക്തിക്ക് പെർമിഷൻ കൊടുക്കുകയാണ്, ഓർ ഫേം ഇൻ എ ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഗുഡ്സ് അണ്ടർ ദി ട്രേഡ് മാർക്ക്. പാറ്റൻറ്റ് കോപ്പിറൈറ്റ് ഫോർ സം ഫീസ് ഈസ് കോൾഡ് ലൈസൻസിങ്. തങ്ങളുടെ ട്രേഡ് മാർക്ക് ഒരു നിശ്ചിത ഫീസ് വാങ്ങിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും വിദേശ രാജ്യത്തെ വ്യക്തിക്ക് അനുമതി നൽകുന്നതിന് പറയുന്ന പേരാണ് ലൈസൻസിങ്. അപ്പോൾ ഫ്രാഞ്ചൈസിങ് എന്തായിരിക്കും? ഫ്രാഞ്ചൈസിങ് ഈൽസ് സെൽ ഓർ ഡിസ്ട്രിബ്യൂട്ട് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഇൻ എ സ്പെസിഫിക് ഏരിയ. KFC, MIC, മക്ഡൊണാൾഡ് ഒക്കെ. അതായത് ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ് പോലെ തന്നെയാണ്, എന്നാൽ അത് സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് ലൈസൻസിങ്. ഓക്കെ. അടുത്തത് സർവീസസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. സേവനങ്ങളുടെ കയറ്റുമതി ഇറക്കുമതിയും അതിൻ്റെ ഒരു സ്കോപ്പാണ്. ലാസ്റ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI, വിദേശ നിക്ഷേപങ്ങൾ. ഇൻവെസ്റ്റ്മെൻറ്റ് മണി ഡയറക്റ്റ്ലി ഇൻ ഫോറിൻ ബിസിനസ്. വിദേശ ബിസിനസ്സിൽ പണം നേരിട്ട് നിക്ഷേപിക്കുക. ഇതൊക്കെ ഇതിൻ്റെ സ്കോപ്പായിട്ട് പറയാം. അടുത്തത്, റീസൺ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, വ്യത്യസ്ത പ്രോഡക്റ്റുകൾ ഉണ്ടാവാൻ. നോൺ അവൈലബിലിറ്റി ഓഫ് സ്പെസിഫിക് പ്രോഡക്റ്റ്, ചില പ്രോഡക്റ്റുകളുടെ കിട്ടാത്തൊരു സാഹചര്യം, നോൺ അവൈലബിലിറ്റി. ദെൻ ഡിഫറൻസ് ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിലാവുമ്പോൾ നമുക്ക് ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാം. ബെനഫിറ്റ് ഓൺ ഇൻ്റർനാഷണൽ ബിസിനസ്, ബെനഫിറ്റ് ടു നാഷൻ. ഇൻ്റർനാഷണൽ ബിസിനസ് കൊണ്ട്, അന്താരാഷ്ട്ര കച്ചവടം കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ്, ഏണിംഗ് ഫോറിൻ കറൻസി, വിദേശ നാണ്യം നേടിത്തരും. ദെൻ ഇംപ്രൂവിങ് ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, വിഭവങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയും. പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം. ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഉയർന്ന ജീവിത നിലവാരം ഉണ്ടാവും. ഇതൊക്കെ ആ രാജ്യത്തിനുള്ള ഗുണങ്ങളാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് കൊണ്ട് ആ ബിസിനസ്സിനുള്ള ലാഭം എന്തൊക്കെയാണ്? ഹയർ പ്രോഫിറ്റാണ്, നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രോസ്പെക്ട്സ് ഫോർ ഗ്രോത്ത്, വളർച്ചയ്ക്ക് സാധ്യത ഉണ്ട്.
പിന്നെ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, ഉപയോഗക്ഷമതാ ശേഷി കൂടും, അതായത് നന്നായിട്ട് വർക്ക് ചെയ്യും. ദെൻ ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ, മെച്ചപ്പെട്ട ബിസിനസ് ദർശനം, അതായത് നല്ല ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബിസിനസ്സിൻ്റെ ആ വിഷൻ തന്നെ മാറും. ഇതൊക്കെയാണ് ബിസിനസ്സിന് ഇൻ്റർനാഷണൽ ബിസിനസ് കൊണ്ടുള്ള ഗുണങ്ങൾ. അടുത്തൊരു ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്താണ്? മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ, അന്തർദേശീയ ബിസിനസ് പ്രവേശനത്തിലുള്ള മാർഗ്ഗങ്ങൾ. ഏതൊക്കെ രീതിയിലാണ് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് തുടങ്ങാൻ പറ്റുക? ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക്, അന്താരാഷ്ട്ര വ്യാപാരത്തിലേക്ക് എങ്ങനെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ്, അതായത് കയറ്റുമതിയും ഇറക്കുമതിയും അല്ലേ? കയറ്റുമതി നടത്തുമ്പോൾ ഇറക്കുമതി നടത്തുമ്പോൾ മറ്റൊരു രാജ്യവുമായിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു എൻ്ററിങ് ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക്, അന്താരാഷ്ട്ര ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും നല്ല എളുപ്പമായി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടാണ്, കയറ്റുമതി ഇറക്കുമതിയാണ്. ഇറ്റ് ഈസ് ലെസ് റിസ്ക് കുറവാണ്. അതൊക്കെ അതിൻ്റെ ഗുണങ്ങളായിട്ടും പറയാം. ഇനി പിന്നെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? പ്രൊസീജിയർ ആർ കോംപ്ലക്സ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെയും പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ ഭയങ്കര റിസ്ക്കാണ്. ആൾറെഡി ഒരുപാടുണ്ടാവും അതിൻ്റെ പ്രൊസീജിയറുകൾ, അതതിൻ്റെ ഫോൾട്ടായിട്ടും പറയാം. ഒന്നാമത്തെ മോഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. രണ്ടാമത്തത് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് കഴിഞ്ഞ ചാപ്റ്ററിൽ. This allow to use the product or service that are manufactured by another country. അതായത് ബിസിനസ്സിൽ പ്രൊഡക്ഷൻ മറ്റൊരു രാഷ്ട്രത്ത് പ്രൊഡക്ഷൻ നടത്തുകയാണ്. അത് കരാർ അടിസ്ഥാനത്തിൽ മറ്റൊരു രാഷ്ട്രത്ത് വെച്ചിട്ട് നമ്മുടെ ആവശ്യമുള്ള പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതാണ് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ്. അതിൻ്റെ മെറിറ്റ് പറഞ്ഞാൽ ദർ ഈസ് നോ റിസ്ക്. മറ്റൊരു രാഷ്ട്രത്തിലാണ്, ഒരു റിസ്ക്കും ഇല്ല. ലോ മെറ്റീരിയൽ കോസ്റ്റും കുറവാണ്. ലോവർ ലേബർ കോസ്റ്റ്, തൊഴിലാളികളുടെ ചാർജും കുറവാണ്. പക്ഷെ അതുപോലെ അതിന് ദോഷങ്ങളുണ്ട്. ദേ ഓൾസോ ലോസ്റ്റ് ഫ്രീഡം ഇൻ പ്രൊഡക്ഷൻ. അത് ഉൽപ്പാദനത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും. അതായത് ഇവർ പറയുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനെ നടത്താൻ പറ്റുള്ളൂ. അതാണ് അതിൽ മെയിനായിട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിലെ ഡിമെറിറ്റ്. മൂന്നാമത്തെ മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് പറയുന്നത് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും. അതിൻ്റെ ഗുണങ്ങളോ ദോഷങ്ങളാണ് പറയാനുള്ളത്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആണ്. ലൈസൻസിങ് ചിലവ് കുറവാണ്. പിന്നെ ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ലൈസൻസർ മുതൽ മുടക്കേണ്ട ആവശ്യമില്ല, അതിൽ ക്യാഷ് ഇറക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറയണ കൂടുതൽ അതിൻ്റെ ദോഷങ്ങൾ പറയണം. ദർ ആർ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീങ് ലോസ്റ്റ്. അതായത് ട്രേഡ് സീക്രട്ട് നഷ്ടപ്പെടും. വ്യാപാര രഹസ്യം ചോരാൻ സാധ്യതയുണ്ട് ലൈസൻസിങ്ങിലും ഫ്രാഞ്ചൈസിങ്ങിലും. ഇനി നാലാമത്തെ മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചറാണ്. പേരിലൂടെ ഉണ്ട്, ജോയിൻ്റ് ആണ്. വെൻ 2 or more firm കം ടുഗദർ ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ്. അതായത് 2 or അതിലധികമോ കമ്പനികൾ ചേർന്ന് ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞത് ലെസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അതായത് 2 or അതിലധികമോ ആളുകൾ ഒന്നായിട്ട് ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. അത് അതിൻ്റെ ഒരു മെയിൻ ഗുണമായിട്ട് പറയാം. ദോഷം എന്ന് പറഞ്ഞാൽ ദർ ആർ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീങ് ലോസ്റ്റ്. കാരണം 2 ബിസിനസ്സുകാരും തമ്മിൽ ഒരുമിക്കുമ്പം അവർ 2 പേരുടെയും സീക്രട്ട് അവർ രണ്ടാളും പറയും. അപ്പോൾ സീക്രട്ട് ഇല്ലാതാവും, സീക്രട്ട് നഷ്ടപ്പെടും. ദർ ആർ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീങ് ലോസ്റ്റ്. അടുത്ത ഒരു മോഡ് ഓഫ് എൻട്രി ഇൻ്റർനാഷണൽ ബിസിനസ് പറഞ്ഞത് ഹോളി ഓൺഡ് സബ്സിഡിയറീസ്. അതായത് ദ പാരൻറ്റ് കമ്പനി അക്വയർ ഫുൾ കൺട്രോൾ ഓവർ ദി ഫോറിൻ കൺട്രി ബൈ മേക്കിംഗ് 100% ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ക്യാപിറ്റൽ. അതായത് മാതൃസ്ഥാപനം 100% ഇക്വിറ്റി മൂലധനം നിക്ഷേപിക്കുന്നു എന്നതുകൊണ്ട് മുഴുവൻ ഓഹരികളും സ്വന്തമാക്കി പൂർണ്ണ നിയന്ത്രണാവകാശം അവർ കൈക്കലാക്കും. അതാണ് ഹോളി ഓൺഡ് സബ്സിഡി, ഫുള്ളായിട്ട് ഓൺ ചെയ്യാണ്. പിന്നെ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് ഓപ്പറേഷൻ. ഫുള്ള് കൺട്രോളും ആ മദർ കൺട്രിക്കേ കിട്ടുള്ളൂ. ദെൻ നോ ചാൻസസ് ഓഫ് ട്രേഡ് സീക്രട്ട് ബീൻ ലോസ്റ്റ്. പക്ഷേ ട്രേഡ് സീക്രട്ട് നഷ്ടപ്പെടില്ല.
അതിൻ്റെ ഡിമെറിറ്റ് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്. ചെറുകിട വ്യവസായത്തിനൊന്നും ഇത് യോജിച്ചതല്ല. പിന്നെ ദർ ആർ ഹയർ പൊളിറ്റിക്കൽ റിസ്ക്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ അത് നന്നായിട്ട് വിദേശ രാജ്യങ്ങൾ പ്രവർത്തനം മുഴുവൻ നിയന്ത്രണമായിരിക്കും. അതിൻ്റെ ദോഷം ചെറുകിട വ്യവസായങ്ങൾക്ക് അനുയോജ്യമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇതിനെ നന്നായിട്ട് ബാധിക്കും. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്. അന്താരാഷ്ട്ര ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അന്താരാഷ്ട്ര ബിസിനസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഡിഫറൻറ്റ് കറൻസി. വ്യത്യസ്ത നാണയങ്ങളായിരിക്കും. ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന രൂപയായിരിക്കില്ല മറ്റൊരു രാഷ്ട്രത്തിലേക്ക് വേണ്ടത്. അത് അവരുടെ ക്യാഷ് അവിടുത്തെ നാണയം നമ്മൾ കൊടുക്കണം. ദെൻ ലീഗൽ ഫോർമാലിറ്റീസ്. നിയമപരമായിട്ട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ദെൻ ഡിസ്റ്റൻസ് ബാരിയർ. ദൂരം എന്ന തടസ്സമുണ്ട്. കാരണം നമ്മളെ രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് തന്നെ രാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്, അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. ദെൻ ഡിഫറൻറ്റ് ലോ. വ്യത്യസ്ത നിയമങ്ങളായിരിക്കും. ഇവിടെ വിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നമ്മുടെ ഫോറിൻ കൺട്രീസിൽ അത് വിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻറ്റ് ലോ, വ്യത്യസ്ത നിയമങ്ങളായിരിക്കും. ദെൻ ഡിഫറൻറ്റ് ലാംഗ്വേജ്. വ്യത്യസ്ത ഭാഷകളായിരിക്കും. നമ്മളൊക്കെ അറിയുന്ന ഭാഷ ആയിരിക്കില്ല നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രത്തിൽ. അങ്ങനെ ഭാഷയുടെ ലാംഗ്വേജ് പ്രോബ്ലവും ഇതിനുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഡിഫറൻറ്റ് കറൻസി, വ്യത്യസ്ത നാണയം, ലീഗൽ ഫോർമാലിറ്റി, നിയമപരമായ നടപടികൾ കൂടുതലാണ്, ഡിസ്റ്റൻസ് ബാരിയർ, ദൂരം എന്ന തടസ്സമുണ്ടാകും, ഡിഫറൻറ്റ് ലോ, വ്യത്യസ്ത നിയമങ്ങളായിരിക്കും, ഡിഫറൻറ്റ് ലാംഗ്വേജ്, വ്യത്യസ്ത ഭാഷകളായിരിക്കും. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു ഭാഗം ഒഴിവാക്കാനില്ല. കാരണം മോഡ് ഓഫ് എൻട്രി, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള മോഡ് ചോദിക്കും. അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് എഴുതണം, ജോയിൻറ്റ് വെഞ്ചർ, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എഴുതണം, വിട്ടുപോകരുത്. കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് ഒക്കെ. ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണുള്ളത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ആൻഡ് ഇൻറ്റേർണൽ ബിസിനസ്. നാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. സെയിം കൺട്രിയാണ് ഇൻറ്റേർണൽ ബിസിനസ്, ഇൻ്റർനാഷണലോ ഡിഫറെൻറ്റ് കൺട്രി. ഇൻറ്റേർണൽ ബിസിനസ്സിൽ നാഷണൽ കറൻസിയാണ്, അവിടെ ഇൻ്റർനാഷണൽ കറൻസിയാണ്. നാഷണൽ ലാംഗ്വേജാണ്, ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ്. അടുത്തത് നോ റെസ്ട്രിക്ഷൻസ്. റെസ്ട്രിക്ഷൻസ് ഇല്ല. സം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലുണ്ട്. ലെസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്, അതേസമയം ഹയർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ. റിസ്ക് കുറവാണ് ഇൻറ്റേർണൽ ബിസിനസ്സിൽ, ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ റിസ്ക് കൂടുതലാണ്. പിന്നെ ഇൻറ്റേർണൽ ബിസിനസ്സിൽ ടൈം കൺസ്യൂമിങ് കുറവാണ്, കാരണം പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ഇൻ്റർനാഷണൽ ബിസിനസ് ആക്കുമ്പോൾ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻറ്റേർണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.